സർ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഏതാണ്ട് 5 മണിയോടുകൂടി നിലവിൽ വന്നു. പക്ഷേ പിന്നെയും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടായി. എന്തെങ്കിലും കാരണം ഉണ്ടാവില്ലേ? അതായത് വൈകുന്നേരം 5 മണിക്ക് ശേഷവും ശ്രീനഗർ മുതൽ കച്ച് വരെ, കച്ച് എന്ന് പറയുന്നത് ഗുജറാത്തിലാണ്. അപ്പോൾ ജമ്മു കാശ്മീർ, ഗുജറാത്ത്, രാജസ്ഥാൻ ആ ഭാഗങ്ങളിൽ പിന്നീടും ഡ്രോൺ ആക്രമണങ്ങൾ, വ്യോമാക്രമണങ്ങളും ഒക്കെ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അപ്പോൾ ഇത് രാത്രി 8:53 ആയപ്പോൾ ഒമർ അബ്ദുള്ളയും ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ 5 മണിക്ക് വന്ന ശേഷം ഇതെന്താ ഇങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ കേൾക്കുന്നത് പാകിസ്ഥാനിലെ ഈ വെടിനിർത്തൽ, ഷഹബാസ് ഷെറീഫ് ആണല്ലോ ഭരണം. ഷഹബാസ് ഷെറീഫിനെ പാവയായിട്ട് ഇമ്രാൻഖാനെ ഒക്കെ ജയിലിലടച്ചിട്ട് ഈ മുനീർ തന്നെ കൊണ്ടുവച്ചിരിക്കുന്ന പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ഈ വെടിനിർത്തൽ മുനീറിന് പിടിച്ചിട്ടില്ല. അതുകൊണ്ട് എന്നാൽ പിന്നെ കുറച്ച് നേരത്തേക്കും കൂടി വെടിവെച്ചേക്കാം എന്ന് മുനീർ തീരുമാനിച്ചതായിട്ടാണ് കുറേ റിപ്പോർട്ടുകളിൽ കാണുന്നത്. റാവൽപിണ്ടി ആണ് ഹെഡ് ക്വാർട്ടേഴ്സ് ഇവരുടെ പട്ടാളം. അവിടെ നിന്ന് ബ്രീഫിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. സർക്കാരിൻ്റെയും അവിടുന്ന് ബ്രീഫിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. എക്സിൽ ഷഹബാസ് ഷെറീഫിൻ്റെ ഒരു പോസ്റ്റാണ് വന്നത്. ട്രംപ് പറഞ്ഞതനുസരിച്ചിട്ട് ഞങ്ങൾ ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഷഹബാസ് ഷെറീഫിൻ്റെ ഒരു പോസ്റ്റ് വന്നു. അപ്പോൾ ശ്രീനഗർ മുതൽ കച്ച് വരെ സ്ഫോടനങ്ങൾ, ഡ്രോൺ ആക്രമണങ്ങൾ ഒക്കെ പിന്നെ ഉണ്ടായി. അപ്പോൾ ഈ വിക്രം മിശ്രി വിദേശകാര്യ വക്താവ് വൈകിട്ട് അവരുടെ സാധാരണ പോലെ ബ്രീഫിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ വെടിനിർത്തൽ പാകിസ്ഥാൻ ലംഘിച്ചത് കൊണ്ട് വിക്രം മിശ്രി രാത്രി വൈകിട്ട് വീണ്ടും ഒരു ബ്രീഫിംഗ് ഉണ്ടായിരുന്നു. ഇന്ത്യ ഇത് ഗൗരവമായി കാണുന്നു, കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞിട്ട് രാത്രി വീണ്ടും വിക്രം മിശ്രി വിദേശകാര്യ വക്താവ് വന്നിട്ട് വീണ്ടും ഒരു പത്രസമ്മേളനം നടത്തേണ്ടി വന്നു നമുക്ക്. കാരണം ഈ കാണിച്ചത് വൃത്തികേടാണെന്നുള്ളത്. വെടിനിർത്തൽ ലംഘിക്കുന്നത് സാധാരണഗതിയിൽ അമ്മാസിനെ പോലുള്ളവരൊക്കെയാണ്. അത് 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. ഇത് പ്രഖ്യാപിച്ച് 5 മണിക്ക് നിലവിൽ വന്നിട്ട് ഉടനെ ലംഘിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പാകിസ്ഥാനിൽ ഇയാളുടെ നേതൃത്വത്തിൽ, മുനീറിൻ്റെ നേതൃത്വത്തിൽ ഒരു പട്ടാള അട്ടിമറി ഉണ്ടാകുമോ എന്നുള്ള സംശയമുണ്ട് ഷഹബാസ് ഷെറീഫിനെ മാറ്റിയിട്ട്. കാരണം അങ്ങനൊരു പാരമ്പര്യവും പശ്ചാത്തലവും അവർക്കുണ്ട്. അപ്പോൾ ഈ പൊക്രാനിലും പാരക്കുകളിലും ഒക്കെ നമ്മൾ ഇന്നലെ ഈ വെടിനിർത്തൽ ലംഘിച്ച് ആക്രമണം നടത്തിയ ഡ്രോണുകളൊക്കെ വെടിവെച്ചിട്ടു രാജസ്ഥാനിലെ പൊക്രാനിൽ. പിന്നെ ബാരാമുള്ള, ശ്രീനഗറിൽ പാകിസ്ഥാൻ്റെ ഡ്രോണുകൾ പിന്നീടും വെടിവെച്ചിട്ടു നമ്മൾ. അപ്പോൾ 1958 അവിടെ അയൂബ് ഖാൻ പട്ടാള അട്ടിമറി നടത്തി പ്രസിഡന്റായി. 1977 സിയാ ഉൾ ഹക്ക് വന്നു. 1999 പർവേസ് മുഷറഫ് വന്നു. അപ്പോൾ ഈ ഒരു പാരമ്പര്യം തുടരുമോ എന്നുള്ളൊരു സംശയമുണ്ട്. ഈ സിയാ ഉൾ ഹക്ക് പട്ടാളത്തിനെ മൊത്തത്തിൽ ഇസ്ലാമികവൽക്കരിച്ചിരുന്നല്ലോ. അവിടെ കന്റോൺമെന്റുകളിലൊക്കെ ഖുർആൻ വാചകങ്ങളൊക്കെ എഴുതി വെച്ചു അല്ലേ? ഇവിടെ മതിലുകളിലൊക്കെ നമ്മൾ പലതരം വചനങ്ങളൊക്കെ എഴുതി കാണാറില്ലേ പലയിടത്തും? എന്നതുപോലെ അവിടെ എഴുതി വെച്ചു. പിന്നെ പട്ടാളക്കാർക്ക് താടി വളർത്താനായിട്ട് അനുവാദം കൊടുത്തു. എല്ലാവരും ഈ മൊല്ലാക്കന്മാരെ പോലെയൊക്കെ നടക്കാനൊക്കെ തുടങ്ങി പട്ടാളക്കാർ. അപ്പോൾ ആ കാലത്ത് പട്ടാള സ്കൂളിൽ പഠിച്ച ആളാണ് ഇയാൾ മുനീർ. അയാളവിടെ സാധാരണഗതിയിൽ ഓഫീസർമാരൊക്കെ പഠിച്ചിട്ട് വരുന്നത് പട്ടാള അക്കാദമിയിലാണ്, റാവൽപിണ്ടിയിൽ. ഇയാൾ മറ്റേ പട്ടാള സ്കൂളിൽ പഠിച്ചിട്ട് അതിൻ്റെ അങ്ങനെ പഠിച്ചു വന്ന ആദ്യത്തെ പട്ടാള മേധാവിയാണ് ഇയാൾ. അല്ലെങ്കിൽ മറ്റേ മിലിറ്ററി അക്കാദമിയിൽ പഠിച്ചിട്ട് വരുന്നവരാണ് ആ പൊസിഷനിലൊക്കെ. ഇത് ഷോർട്ട് കമ്മീഷൻ ഓഫീസർമാരാണ് ഈ പട്ടാള സ്കൂളിൽ പഠിച്ചിട്ടേ. ഓഫീസർ ട്രെയിനിങ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് OTS എന്നാണ് അതിൻ്റെ പേര്. ഇയാൾ പഠിച്ച സ്ഥലത്തിൻ്റെ. പിന്നെ ബാപ്പ മുല്ലാക്കിയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഇനി ഈ മുനീറിൻ്റെ ഒരു ഭരണം വരികയാണെങ്കിൽ സിയ 2.0 എന്നിപ്പോൾ തന്നെ പറയുന്നുണ്ട്. സിയാ ഉൾ ഹക്ക് ഒരു 2ാം ഘട്ടം സിയ 2.0 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി മാർക്ക് റൂബിയോ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി ജയശങ്കറിനെ വിളിച്ചിരുന്നു, ഷെറീഫിനെ വിളിച്ചിരുന്നു.
റുബിയോ പിന്നെ മുനീറിനെയും വിളിച്ചിരുന്നതായിട്ട് റിപ്പോർട്ടുകളിലുണ്ട്. മുനീറിനോടും ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഷഹബാസ് ഷെറീഫ് വഴങ്ങിയത് ഈ IMFന്റെ ലോൺ ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം എന്നുള്ള പണം കിട്ടുമെന്നുള്ളതുകൊണ്ടല്ലേ. പണം കിട്ടി വെള്ളിയാഴ്ച യുദ്ധത്തിന്റെ ഇടയ്ക്ക്, അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. അപ്പോൾ ഈ പട്ടാള മിലിറ്ററി ഗെയിൻസ് ഒന്നും ഈ 4 ദിവസത്തെ യുദ്ധം കൊണ്ട് ഉണ്ടായിട്ടില്ല. പട്ടാളത്തിന് മേന്മയൊന്നും കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. പാകിസ്ഥാൻ തകർന്നടിഞ്ഞു പോവുകയാണല്ലോ ചെയ്തത്. 9 എന്ന് പറഞ്ഞ നമ്പറിന് എന്തോ പ്രത്യേകത ഉള്ള പോലെയാണ്. നമ്മൾ 9 ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചു. അത് കഴിഞ്ഞ് ഇന്നലെ 9 വ്യോമസേന താവളങ്ങളും റഡാർ കേന്ദ്രങ്ങളും ആണ് തകർത്തത്. രണ്ടും 9 ആയിരുന്നു. അപ്പോൾ വ്യോമതാവളങ്ങൾ നശിച്ചിരിക്കുന്നു. അവിടെ നിന്നൊന്നും പറന്നു പൊങ്ങാനായിട്ട് പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നു. പട്ടാളം ഒരു ചത്ത പാമ്പിനെ പോലെ കിടക്കുകയാണ് ഇപ്പോൾ മുനീർ. അതുകൊണ്ട് അയാൾക്ക് അയാളുടേതായ ഒരു ശരീഅത്ത് ഭരണത്തിൽ ആഗ്രഹം ഉണ്ടാകാം. 1999 ഈ ഷഹബാസ് ഷെറീഫിൻ്റെ ജ്യേഷ്ഠൻ നവാസ് ഷെറീഫിനെ പുറത്താക്കിക്കൊണ്ടാണ് പർവേസ് മുഷറഫ് വന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നവാസ് ഷെറീഫ് വാജ്പേയിക്ക് കൈ കൊടുത്തിരുന്നല്ലോ. നമ്മൾ ലാഹോറിലേക്ക് ബസ് യാത്ര തുടങ്ങി, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ സഖ്യം വരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് പർവേസ് മുഷറഫിനെ അത് പിടിക്കാതെ നവാസ് ഷെറീഫിന് പോകേണ്ടി വന്നത്. ഇയാളാണെങ്കിൽ മുനീറാണെങ്കിൽ അവിടെ ഇമ്രാൻഖാനെ പുറത്താക്കി, എന്നിട്ടൊരു തട്ടിപ്പ് തെരഞ്ഞെടുപ്പ് നടത്തി, ഷഹബാസ് ഷെറീഫിനെ പ്രതിഷ്ഠിച്ചു. എന്നിട്ട് ഈ ബജ്വ പട്ടാള മേധാവിയായിരുന്നു. ബജ്വയ്ക്ക് 2 ദിവസം മുമ്പേ മുനീർ റിട്ടയർ ചെയ്യേണ്ടതാണ്. പക്ഷെ ബജ്വ പട്ടാള മേധാവി ആയിരിക്കുമ്പോൾ തന്നെ ഇയാളെ പട്ടാള മേധാവിയാക്കി. ബജ്വ 2 ദിവസം കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യുമായിരുന്നു. അങ്ങനെ 2 ദിവസത്തേക്ക് 2 പട്ടാള മേധാവിമാർ ഉണ്ടാവുന്നൊരു സാഹചര്യം അവിടെ ഉണ്ടായി പാകിസ്ഥാനിൽ വിചിത്രമായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇയാൾക്ക് 2 കൊല്ലത്തേക്ക് കാലാവധി നീട്ടിക്കൊടുക്കുകയും ചെയ്തു മുനീറിന്. മുനീർ തന്നെ കാലാവധി നീട്ടി എന്ന് പറയുന്ന രീതിയിലാണ് സംഗതിയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അവസ്ഥയിൽ വെടിനിർത്തൽ അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണോ വെടിനിർത്തൽ ലംഘനം ഉണ്ടായത് എന്നൊരു ആലോചന മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പാക് ആർമിയിൽ തന്നെ ഭീകരവാദ നിലപാടുള്ള തീവ്രവാദ നിലപാടുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഇപ്പോൾ പാക് ആർമി പറഞ്ഞാൽ പോലും കേൾക്കാത്ത, ഭരണകൂടം പറഞ്ഞാൽ കേൾക്കാത്ത കുറച്ച് ആൾക്കാർ അതിനകത്തുണ്ടാവില്ലേ? ഭരണകൂടം പറഞ്ഞാൽ കേൾക്കില്ല പട്ടാളം. അപ്പോൾ സ്വാഭാവികമായിട്ട് 3 കാര്യങ്ങളിൽ ഭരണകൂടം ഇടപെടാൻ പാടില്ല എന്ന് പട്ടാളത്തിന്റെ തിട്ടൂരമുണ്ട് അവിടെ. വിദേശകാര്യം, പ്രതിരോധ കാര്യം, ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊന്നും ഭരണകൂടം ഇടപെടരുത്. അതിൽ ഭരണകൂടം ഇടപെടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലഷ്കർ എ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒക്കെ തീവ്രവാദ കേന്ദ്രങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ. അതുകൊണ്ട് തന്നെ അതിൽ അസംതൃപ്തരായ ആളുകൾ ഈ വെടിനിർത്തൽ കരാർ ഉണ്ടായാലും രാത്രി കാലങ്ങളിൽ വെടിവെപ്പോ അല്ലെങ്കിൽ റോക്കറ്റ് ലോഞ്ചർ വിക്ഷേപിക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യ ഒരുപക്ഷെ പറയുന്നത് ഇനിയും ഇത്തരം പ്രകോപനം ഉണ്ടായാൽ ഞങ്ങൾ ഇതിനെ ഒരു യുദ്ധ പ്രഖ്യാപനമായിട്ട് തന്നെ കാണുന്നത്. അങ്ങനെയാണ് ഇനി വീണ്ടും ഒരു തിരിച്ചടി ഉണ്ടാവുമോ? അങ്ങനെയൊക്കെ വരാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇസ്രയേലും ഹമാസും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ, അങ്ങനെ വരാമെന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒന്നാമത് ഈ മുനീറാണല്ലോ ഇവരെയൊക്കെ അയച്ചത്. ഫെബ്രുവരി മാസത്തിൽ ഈ മാക്സർ ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ട് ഉപഗ്രഹ ചിത്രങ്ങൾ അയക്കുന്ന ഒരു കമ്പനിയില്ലേ, അവിടെ നിന്ന് ഒരുപാട് ഉപഗ്രഹ ചിത്രങ്ങൾ പാകിസ്ഥാൻ വാങ്ങിച്ചതായിട്ട് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ട്? വേറെ മാസമൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പൊ പഹൽഗാം ആക്രമണം മുനീർ നേരത്തെ പ്ലാൻ ചെയ്ത ആസൂത്രണം ചെയ്തതാണ്. അയാൾ അയക്കുന്നതാണല്ലോ ഈ ലഷ്കർ എ തയ്ബ, ഈ ISI പോറ്റി വളർത്തുന്ന ഭീകരന്മാരും ഭീകര സംഘടനകളുമാണ് അതൊക്കെ. അവരുടെ കാവലും അംഗരക്ഷകരും നിരീക്ഷണ സംവിധാനങ്ങളും റഡാറും ഒക്കെ അവരുടെ കയ്യിലില്ലേ. ആയുധങ്ങളും ഒക്കെ പട്ടാളം കൊടുക്കുന്നതാണ്. നുഴഞ്ഞു കയറുമ്പോൾ അവരുടെ കൂടെ പട്ടാളവും ഉണ്ട്. പട്ടാളത്തിന്റെ ജാമ്യം തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും റഡാറും ഒക്കെ ഇവരുടെ കയ്യിലും ഒക്കെ ഉണ്ട് ഇല്ലേ. അതെ. അപ്പോൾ സാറ്റലൈറ്റ് ഫോൺ ഇല്ലേ, ഇവര് പഹൽഗാമിൽ കൊണ്ടുവന്നപ്പോൾ സാറ്റലൈറ്റ് ഫോൺ ഒരു ദിവസം പ്രവർത്തിച്ചു, അത് ചൈനീസ് ആയിരുന്നു എന്നൊക്കെ എന്നെയും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം മുനീറിന്റെ ആസൂത്രണത്തിലായിരുന്നു ഭീകരപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇനി ഭീകരപ്രവർത്തനം നടക്കാനും പ്രയാസമാണ്. കേന്ദ്രങ്ങളൊക്കെ തകർത്തു. അപ്പോൾ അയാൾക്ക് പലതരം പ്രഹരങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ഒരാളാണ് മുനീറിന് ഇനി ഇറങ്ങിപ്പോകേണ്ടി വരുമോ? ഈ
ഈ അസ്തിത്വ പ്രതിസന്ധി എന്നൊക്കെ പറയില്ലേ, സ്വത്വ പ്രതിസന്ധി, ഉം. ഇതൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മുനീർ. ഇത്തരം ഘട്ടങ്ങളിൽ ഇത്തരം മതഭ്രാന്തന്മാർ എങ്ങനെ പെരുമാറും എന്നുള്ള സംശയം നിലനിൽക്കുന്നു. അപ്പം അതുകൊണ്ട് പാകിസ്ഥാനിൻ്റെ ഒരു പട്ടാള അട്ടിമറി ഉടനെ നടക്കാൻ സാധ്യതയില്ലേ എന്നുള്ളൊരു ചോദ്യവും വരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.